സംവരണ മാനദണ്ഡം അട്ടിമറിച്ച് ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അലോട്ട് ചെയ്ത EWS സീറ്റ് റദ്ദാക്കി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. ന്യൂനപക്ഷ എഞ്ചിനീയറിംഗ് കോളേജായ TKM-ൽ EWS കോട്ടയിലേക്ക് സീറ്റ് അലോട്ട് ചെയ്ത നടപടിയാണ് തിരുത്തിയത്. ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന വാദം ഉന്നയിച്ച് EWS സീറ്റ് നിലനിർത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ശ്രമിച്ചിരുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എഞ്ചിനീയറിംഗ് 4 അലോട്ട്മെന്റിലാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലേക്ക് മുന്നാക്ക സംവരണ വിഭാഗത്തിൽ നിന്ന് അലോട്ട്മെന്റ് നൽകിയത്. ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിൽ മുന്നാക്ക സംവരണം പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിച്ചായിരുന്നു നടപടി. EWS വിഭാഗത്തിൽ പ്രവേശനം നടത്താനാവില്ലെന്ന് TKM കോളേജ് അറിയിച്ചെങ്കിലും അലോട്ട്മെന്റ് മാറ്റാനാവില്ലെന്നായിരുന്നു പ്രവേശന കമ്മീഷണറുടെ നിലപാട്. ഫ്ലോട്ടിംഗ് രീതി ആയതിനാലാണ് TKM-ലേക്കും EWS-ന്റെ സീറ്റുകൾ വരുന്നതെന്നും അതിൽ തെറ്റില്ലെന്നുമാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ആദ്യം വാദിച്ചത്. ഫ്ലോട്ടിംഗ് രീതി വിശദീകരിച്ചുകൊണ്ടും ആ സീറ്റ് മാറ്റാനാവില്ലെന്ന് കാണിച്ചുകൊണ്ടും TKM-ന് രേഖാമൂലം മറുപടി നൽകി അധികൃതർ. എന്നാൽ EWS-ൽ നിയമനം നൽകാൻ നിയമപരമായി തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന നിലപാടിൽ TKM ഉറച്ചു നിന്നതോടെ അലോട്ട്മെന്റ് തിരുത്തി മെറിറ്റ് കോട്ടയുള്ള വിദ്യാർത്ഥിയെ അലോട്ട് ചെയ്യുകയായിരുന്നു. 2020-ലും സമാനമായ രീതിയിൽ TKM-ലും മറ്റൊരു ന്യൂനപക്ഷ കോളേജായ മാർ അത്തനേഷ്യസ് കോളേജിലും EWS സീറ്റ് അലോട്ട് ചെയ്തിരുന്നു. അന്നും വാർത്ത വന്ന് വിവാദമായതോടെയാണ് അലോട്ട്മെന്റ് മാറ്റിയത്. വിവാദങ്ങൾ വരുമ്പോൾ അലോട്ട്മെന്റ് റദ്ദാക്കുന്നതാണ് നിലവിലെ രീതി. ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകളിൽ EWS സീറ്റുകൾ വരാത്ത രീതിയിൽ അലോട്ട്മെന്റുകൾ നടത്താനുള്ള ജാഗ്രതയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ കാണിക്കേണ്ടത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്. മുഹമ്മദ് അസ്ലം വിവരണം അയച്ചിരുന്നു. അസ്ലം, ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ക്യാമ്പസ് ഓരോ കോളേജുകളിലെയും ഓരോ സെഗ്മെന്റ്, അതായത് ബിടെക്കിലെ തന്നെ വ്യത്യസ്തമായ ട്രേഡുകളിലെ ഓരോ കോളേജുകളിലെയും സീറ്റുകളെ ഒരുമിച്ച് ഒരു പൂളാക്കിക്കൊണ്ട് അലോട്ട്മെന്റ് നടത്തുകയും ആ പൂളിൽ ഓരോ കോളേജുകളിലേക്ക് റിസർവേഷൻ മാറി മാറി വരികയും ചെയ്ത രീതിയാണ് ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും അതോടൊപ്പം തന്നെ TKM-ലും ഉള്ളൊരു കോഴ്സാണ് ഇപ്പോൾ ഈ പ്രവേശനം നടന്നിരിക്കുന്ന ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ്. ഈ രണ്ടിലെയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെയും അതോടൊപ്പം TKM-ലെയും സീറ്റുകളെ ഒരുമിച്ചെടുത്ത് അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ എല്ലാ റിസർവേഷനും ഒരുമിച്ച് അവർ അനുവദിക്കുന്ന രീതിയാണ് കാണിക്കുക. അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് EWS പോകുന്നത് പോലെ തന്നെ TKM-ലേക്ക് EWS പോകുന്ന രീതിയാണ് ഫ്ലോട്ടിംഗ് അലോട്ട്മെന്റ് ആയിട്ട് പറയുന്നത്. അതേസമയം ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് EWS നടപ്പിലാക്കാൻ നിയമപരമായ ബാധ്യതയില്ലാത്ത, ഭരണഘടനാപരമായ തന്നെ വ്യവസ്ഥ ഇല്ലാത്തൊരു കോളേജാണ് TKM. കാരണം അത് മൈനോറിറ്റി കോളേജാണ്. 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് സംസ്ഥാനത്ത് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളത്. കോതമംഗലത്തെ മാർ അത്തനേഷ്യസ് കോളേജും TKM എഞ്ചിനീയറിംഗ് കോളേജും. ഈ 2 സ്ഥലത്തും EWS കോട്ടയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലത്ത് ഫ്ലോട്ടിംഗ് അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ EWS കോട്ട ഓഫ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ട് വേണം ഈ അലോട്ട്മെന്റ് നടത്തേണ്ടത്. സാധാരണഗതിയിൽ നടത്തുന്നത് പോലെ ഫ്ലോട്ടിംഗ് അലോട്ട്മെന്റ് എല്ലാത്തിനും നടത്തുന്നത് പോലെ നടത്തുകയും നടത്തി സീറ്റുകൾ വരികയും തുടർന്ന് വിവാദമാവുകയും തുടർന്ന് കോളേജിനെ നിഷേധിക്കുകയും മറ്റ് പ്രസ്താവനകളൊക്കെ വന്നതിന് ശേഷം ഈ അലോട്ട്മെന്റ് തിരുത്തുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത്തവണ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇതുപോലെ 3ാം അലോട്ട്മെന്റിൽ 3ാം അലോട്ട്മെന്റിൽ സീറ്റ് വന്നു, അവരത് അനുവദിച്ചില്ല. 4ാം അലോട്ട്മെന്റിൽ വീണ്ടും ആ സീറ്റ് അവിടെ തന്നെ EWS കൊടുത്തു. അതും അവർ ഞങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള ക്യാമ്പസാണ്, അതുകൊണ്ട് തന്നെ EWS ഇവിടെ പാടില്ല, ഞങ്ങൾക്ക് നൽകില്ല എന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു മറുപടി കൊടുത്തു. എൻട്രൻസ് കമ്മീഷൻ നമ്മൾ കാണിക്കുന്ന മറുപടി, അതിൽ പറയുന്ന കാര്യം ഇത് EWS നിങ്ങൾക്കില്ല എന്നുള്ളത് ശരിയാണ്, അതേസമയം ഫ്ലോട്ടിംഗ് രീതിയുടെ ഭാഗമായി നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് വളരെ പ്രത്യേകമായ കാര്യം. അത് EWS റിസർവേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൈനോറിറ്റി കോളേജിൽ പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമ്മർദ്ദം അവർ ചെലുത്തി. അതേസമയം TKM-കാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കതിൽ നിയമപരമായി യാതൊരു ബാധ്യതയുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളത് എടുക്കുന്നില്ല എന്ന് കുറച്ചുകൂടി കർക്കശമായി പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും തിരുത്തി. 2020-ലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസർവേഷൻ രംഗത്തുള്ള ആൾക്കാർ പറയുന്ന കാര്യം, ഇതിന് അനുസൃതമായി സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്തുക എന്നതിനപ്പുറത്തേക്ക് ഇത് വീണ്ടും ഇത്തരം കോളേജുകളിൽ കൂടി EWS സംവരണം നടപ്പിലാക്കാനുള്ള ഒരു പഴുതായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല, ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തവണ നടത്തി വീണ്ടും അതുപോലെ സമാനമായി TKM-ൽ മാത്രം സംഭവിച്ചതാണോ? കാരണം എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ന്യൂനപക്ഷ പദവിയുള്ള കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ളവരുണ്ട്. അവിടെ EWS സംവരണം ഉണ്ടോ? അവിടെ നിലവിൽ സംവരണം ഇല്ല. 2020-ലും ഇതുപോലെ TKM-ൽ സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ 2020-ൽ മാർ അത്തനേഷ്യസിലും ഇത്തരമൊരു കാര്യം വന്നിരുന്നു. ആ സമയത്ത് വീണ്ടും വിവാദമായി, വാർത്തയായി. മാത്രമല്ല
ആ കോളേജും ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെയും ഇതുപോലെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. 2020 സംഭവിച്ചു, ഇത്തവണ വീണ്ടും സംഭവിക്കുന്നുണ്ട്. അതായത് ഇത് EWS ഇല്ലാത്ത കോളേജുകളിലേക്ക് ഇത് പോകാത്ത രീതിയിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുന്നതിന് പകരം അത് അനുവദിച്ചു കൊടുക്കുകയും പിന്നീട് പ്രശ്നമില്ലെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. EWS സംവരണം ഇല്ലാത്തടത്ത് കൂടി EWS സംവരണം നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണോ എന്നൊരു സംശയം ഈ സംവരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ അത് ശ്രദ്ധിക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണം. മാത്രമല്ല ഇത്തവണ അതിൽ ഉറച്ചു നിൽക്കാൻ അവർ ശ്രമിച്ചുകൊണ്ട് പ്രവേശന കമ്മീഷൻ ശ്രമിച്ചു. കാരണം നിങ്ങൾക്ക് EWS സംവരണ കോട്ട ഇല്ല എന്നുള്ളത് ശരിയാണ്, എന്നാൽ പോലും ഫ്ലോട്ടിംഗ് ഇൻ റിസർവേഷന്റെ ഭാഗമായി അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അനുവദിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ഒരു രേഖാമൂലം ഒരു മറുപടിയൊക്കെ നൽകിയിരുന്നു. ഒരു കർശനമായ നിലപാട് TKM എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്തവണ മാറിയതില്ലെങ്കിൽ വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും EWS റിസർവേഷൻ നടപ്പിലാക്കിയ മുതൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. EWS 2019 MBBS നടപ്പാക്കുമ്പോൾ ആവശ്യത്തിലുള്ളതിനേക്കാൾ അധികം സീറ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ളൊരു നടപടി എടുത്തിരുന്നു. അത് മീഡിയ വാർത്തയെ തുടർന്നാണ് അത് റദ്ദാക്കിയത്. എന്നാൽ EWS സംവരണം നടപ്പാക്കുമ്പോൾ ഒരു അമിത ആവേശം അല്ലെങ്കിൽ ഒരു തെറ്റായ വഴിയിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സീറ്റ് അനുവദിക്കാനുള്ള ഒരു ആവേശം ശരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ള സൂചനകൾ പലപ്പോഴായി വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിന് പിന്നിൽ ഇത്തരം ഒരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലപാട് തിരുത്തിയിട്ടുണ്ട്. അതേസമയം ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത പഴുതവിടെ കിടക്കുന്നുണ്ട്. അതുകൂടി മാറ്റണമെന്ന ആവശ്യമാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകി.